തുടർച്ചയായ മേൽപ്പുറങ്ങൾ തേടി പോയപ്പോഴും തൃശ്ശൂർ ഭദ്രാസനത്തിൽ അനുഗ്രഹീതരായ വൈദികര്, ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട മാത്യൂസിനും അതുപോലെ രാജുവച്ചനും ഇവരൊക്കെ എനിക്ക് ജമാശന്മാരായിരുന്ന കാലം മുതൽ അറിയാവുന്ന ആളുകളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോലെ ഞാൻ കരുതുന്നവര്. ഇവിടുത്തെ ഈ ഭദ്രാസനത്തിലെ വൈദികരും ഇവിടുത്തെ ദൈവമക്കളും ഇടയിട്ടിട്ട് പോയപ്പോഴും പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തിന്റെ കാവൽപ്പടന്മാരായിരുന്ന പുണ്യപിതാക്കന്മാർ പകർന്ന സത്യവിശ്വാസത്തിന്റെ തീജ്വാല അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിച്ച സഭയുടെ അഭിമാനങ്ങളായ മക്കളാണ് നിങ്ങൾ. ഇത് ഞാൻ ഭംഗിവാക്ക് പറയുന്നതല്ല, ഇത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കിങ്ങനെ ദേവാലയത്തിന്റെ അവസ്ഥയിൽ വ്യത്യസ്തമാണോ? ഞാൻ വളരെ ഹൃദയവേദനയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് കുർബാന കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ എന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒരിക്കലൂടെ ഇന്നലെയും ഈ കാര്യങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏതാണ്ട് 38ഓളം വരുന്ന അല്ലേ പ്രിയപ്പെട്ട അച്ഛൻ ഉൾപ്പെടെയുള്ളതായ ഇടവകയിലെ ദൈവമക്കള് ക്രിമിനൽ കേസിൽ പെടുത്തി അവരെ ഇന്ന് അവരവസ്ഥയിലാക്കിയിരിക്കുകയാണ്. എന്താണ് ഇവർ ചെയ്ത കുറ്റമെന്നാണ്? 73 വർഷം മുമ്പ് ശിലാസ്ഥാപനം പെരുന്നാളാണ്. 73 വർഷങ്ങൾക്ക് മുൻപ് പുണ്യപ്പെട്ട പൂർവ്വപിതാക്കന്മാര് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ കീഴിൽ ആ വിശ്വാസത്തിൽ നമ്മുടെ പിതാക്കന്മാർ പകർന്ന വിശ്വാസത്തിൽ യാക്കോബായ സുറിയാനി സഭയുടെ മക്കൾക്ക് ആരാധിക്കാൻ ഒരു ദേവാലയം കൂടെ പണിതു. ആ ദേവാലയമാണ് ഈ വിശുദ്ധ ദേവാലയം. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം 6 കുടുംബങ്ങളൊക്കെയാണെന്ന് നേതൃത്വം കൊടുത്തത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലുള്ള യാക്കോബായ സുറിയാനി സഭയുടെ മക്കൾക്ക് ആധാരമൊക്കെ ഇല്ല. അതിന്റെ ആധാരമൊക്കെ പള്ളിക്ക്. ആ പള്ളിയാണ് ചില ആളുകള് കയ്യേറാൻ വന്ന് തങ്ങളുടെ ദേവാലയം നമ്മുടെ കുടുംബം പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. വെട്ടിത്തറയിൽ നമ്മുടെ വടാത്ത ജോർജസിന്റെ നാടാണ്. ആ വെട്ടിത്തറയില് ഒരു ദേവാലയം പോലീസ് ബലപ്രയോഗത്തിലൂടെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ 85 വയസ്സുള്ള ഒരു വല്യമ്മ യുവാനിയോസിന് വേണ്ടി കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ വാവിട്ട് നിലവിളിച്ചു പറഞ്ഞൊരു വാചകം ഇപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങൾ കാണുന്നുണ്ട്. എന്റെ തിരുവേദി ഞങ്ങളുടെ തീപ്പെട്ടിയിൽ അരി കളക്ട് ശേഖരിച്ചു വെച്ച്, ഞങ്ങൾ തീപ്പെട്ടിക്കകത്ത് അരി ശേഖരിച്ചു വെച്ച് ഞങ്ങളുടെ കഷ്ടപ്പെട്ട കണ്ണുനീരോട് പറഞ്ഞത് ഞങ്ങളുടെ പള്ളിയിൽ നിന്നാണ് ഞങ്ങളെ അടിച്ചിറക്കുന്നതെന്ന് ആ അമ്മച്ചി വേദനയോട് പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പ്രിയമുള്ളവരെ. ഞാൻ തൃശ്ശൂർ ഭദ്രാസനത്തിലെ എനിക്കും ചേർന്ന് ഓരോ ദേവാലയങ്ങളിലും ഇവിടുത്തെ പരിശുദ്ധ സഭയുടെ മക്കള് ആരുടെയും പിടിച്ചു പറിക്കാൻ പോയിട്ട് എന്നാൽ വീട് പണിയുന്നതിന് മുൻപ് കുടിയേറ്റക്കാരാണ് ഇവിടെയുള്ള ആളുകൾ. വീട് പണിയുന്നതിന് മുൻപ് തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ തങ്ങളുടെ പിതാക്കന്മാര് ജീവൻ കൊടുത്തു തന്ന സംരക്ഷിച്ച സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ സുറിയാനി സഭയുടെ മക്കൾക്ക് ആരാധിക്കാൻ ദേവാലയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചില ആളുകൾ ആ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി. ഞാൻ പറയാറുണ്ട്, പാർട്ടി മാറിപ്പോയാലും പാർട്ടി ഓഫീസിൽ കൊണ്ടാലും പോവാറില്ല, അവരെ പോകാറുള്ളൂ. പക്ഷെ ദേവാലയങ്ങളുടെ കാര്യത്തിൽ ആ മാന്യത പോലും കാണിക്കാതിരിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നു. പീഡനങ്ങളും പ്രതിസന്ധികളും യാക്കോബായ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ പുതിയതല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ 1 മാസം മുൻപ് കൈറോയില് ഇപ്പോൾ 1700ാമത് ആഘോഷം നടക്കുകയാണ്. അവിടെ